ലോകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന ശബ്ദമായി വേടം മാറുമ്പോൾ ഇവിടെ കുറേ പേർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. തൃശ്ശൂരിലെ ഒരു പുലയ കോളനിയിൽ ജനിച്ച് ഒരുപാട് തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി വളർന്നു വന്ന് സാധാരണ ഇക്കിളിപ്പെടുത്തുന്ന വേറൊരു തരത്തിലെ സ്വപ്നം കാണിക്കുന്ന റാപ്പ് മ്യൂസിക് സംഗീതത്തിൻ്റെ ഇടയിൽ നിന്നും ഈ വേടൻ എന്ന ഒരു സ്വയം പേര് സ്വീകരിക്കുന്നതിലൂടെ തന്നെ വേടൻ എന്ന മനുഷ്യൻ്റെ ചിന്തയുടെ ഭാവങ്ങളെ തന്നെ മാറ്റിക്കളഞ്ഞു. വേടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരിക വേട്ടയാടാൻ വരുന്നവൻ എന്നാണ്. പക്ഷേ വേട്ടയാടപ്പെട്ടവൻ്റെ വികാരങ്ങളും കരൾ പിളർന്നവൻ്റെ പ്രയാസങ്ങളും ശബ്ദമില്ലാതായി പോവനും മുഖമില്ലാതായി പോയവൻ്റെയും കഥകളും അത് ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെ ചേർത്ത് വെച്ചങ്ങോട്ട് പാടുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടും വസ്ത്രം ധരിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടുമൊക്കെ സമത്വസുന്ദരമായ ഭൂമിക്ക് വേണ്ടി ഒരുപാട് പഴയകാലത്തെ നേതാക്കൾ അവർ സമർപ്പിച്ച അവർ സഞ്ചരിച്ച വഴികളിലൂടെ കടന്നു പോകുന്ന ഓർമ്മകളൊക്കെയും ഇന്ന് പുതിയ ഭാവത്തിൽ പലതരത്തിലുള്ള അയിത്തങ്ങളും അരികുവൽക്കരണവും അന്യവൽക്കരണവും ജാതീയതയുടെ വിവിധ കാലത്തിൻ്റെ പുതിയ ഭാവങ്ങൾ നിലനിൽക്കുന്ന ലോകത്ത് വേടൻ പറഞ്ഞു വെക്കുന്നത് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. യന്ത്രത്തോക്കുകൾ തീ തുപ്പിയപ്പോൾ അവിടെ അമ്മക്കിളി കരഞ്ഞുപോയ രംഗത്തെക്കുറിച്ച് മുത്തങ്ങയുടെ വേട്ടയാടലിൽ വേടൻ പാടുമ്പോൾ അതിന് പല ഭാഷ്യങ്ങളുണ്ട്. അന്ന് കരയാതിരുന്ന സാഹിത്യ മഹാനായകന്മാരുണ്ട്. അന്ന് വിലപിക്കാതെ പോയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഓർമ്മകളുടെ ചില അശ്ലീല പേജുകൾ കൂടിയാണ് ഈ വേടൻ്റെ വരികളിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് കാണുമ്പോഴാണ് അസ്വസ്ഥത തോന്നുന്നത്. തോന്നിയിട്ട് കാര്യമില്ല. ലോകമേറ്റെടുത്തിരിക്കുന്നു വേടനെ.